നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് സമാധാനമാണ് അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഈ സമാധാനം അല്ലെങ്കിൽ നമ്മുടെ പീസ് ഓഫ് മൈൻഡ് അതെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം? ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തനിയെ നമ്മുടെ സമാധാനം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഒരു 5 വഴികളാണ് ഈ സമാധാനം അല്ലെങ്കിൽ നമ്മുടെ പീസ് ഓഫ് മൈൻഡ് അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു 5 വഴികളെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ആദ്യത്തേന്ന് പറയുന്നത് ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി എന്നുള്ളതാണ്. അതെന്താണ് ഈ ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി എന്നുള്ളത്? അതെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പല വ്യക്തികളെയും കണ്ടിട്ടുണ്ട്. അതിൽ പലരും ഉണ്ടല്ലോ, ഈ മറ്റുള്ളവർ അവരെക്കുറിച്ച് എന്തു പറഞ്ഞാലും അത് അങ്ങനെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ. എന്നാലും അവരെന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഒരു ദിവസം മൊത്തം അല്ലെങ്കിൽ ഒരു മാസം മൊത്തം അല്ലെങ്കിൽ വർഷങ്ങളോളം ഇതേ കാര്യം ഹോൾഡ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് സമാധാനത്തോടെ ഇരിക്കാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും ഇല്ല, അല്ലേ? കാരണം എന്താ? അവർ മറ്റുള്ളവർ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളിൽ തനിയെ ഇരിക്കുവാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ അത് അവരുടെ മാത്രം ചിന്താരീതികളാണ്. അതൊരിക്കലും ശരിയാവണമെന്നില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ജീവിതത്തിൽ ഒരുപാട് ഹേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലേ? ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്നൊക്കെ പറയുന്നത് വളരെ വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരുപാട് ട്രോമാസും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഹീലാകാത്ത വ്യക്തികൾക്ക് പുറമേക്ക് സമാധാനം കൊടുക്കാനായിട്ട് സാധിക്കില്ല. മറിച്ച് അവരെപ്പോഴും നെഗറ്റീവ് എനർജി ആയിരിക്കും പാസ് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റുള്ളവരെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അവരുടെ വാക്കുകളായിക്കോട്ടെ, അവരുടെ ആക്ഷൻസ്, പ്രവൃത്തികളായിക്കോട്ടെ എപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് ക്ലിങ് ചെയ്ത് ദിവസങ്ങളോളം മാസങ്ങളോളം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് സെറ്റിംഗ് പ്രോപ്പർ ബൗണ്ടറീസ് എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ പല വീഡിയോയിലായിട്ട് ഈ ബൗണ്ടറീസ് എങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് ബൗണ്ടറീസ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പല വീഡിയോസിലായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് മസ്റ്റായിട്ടും കാണുക കേട്ടോ. അപ്പോൾ എന്താണ് ഈ ബൗണ്ടറി അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ബൗണ്ടറി എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ലൈഫിൽ നമുക്കൊരു അതിർവരമ്പ് വേണം. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടിന് നമ്മൾ മതിൽ കെട്ടൂലേ, നമ്മൾ ഗേറ്റൊക്കെ വെക്കൂലേ? എന്തിനാ? അന്യർക്ക് അനാവശ്യമായിട്ട് അകത്തേക്ക് പ്രവേശനമില്ല. നമ്മളൊന്നും കെട്ടാതെ ഇങ്ങനെ അഴിച്ചിട്ടേക്കുവാന്ന് വിചാരിക്കുക, എല്ലാ കാര്യങ്ങളും അകത്തേക്ക് കയറും, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിന് പ്രോപ്പറായിട്ടുള്ള ബൗണ്ടറീസ് നമ്മൾ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യാം. അതായത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആൾക്കാർ നമ്മളെ എപ്പോഴും അൺകംഫർട്ടബിൾ ആക്കിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്താണ് ഓക്കെ ആയിട്ടുള്ളത്, നമുക്ക് എന്താണ് ഓക്കെ അല്ലാത്തത് എന്നുള്ളത് പ്രോപ്പറായിട്ട് നമ്മുടെ ചുറ്റുമുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരൊരു കാര്യം നമ്മുടെ അടുത്ത് ചോദിച്ചു, നമുക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം, നീ പറഞ്ഞ കാര്യം നല്ലതാണ്, പക്ഷേ എനിക്കിപ്പോൾ അതിന് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത്, മൂന്നാമത്തായിട്ട് പറയുന്നത് ചൂസ് യുവർ സെൽഫ് എന്നുള്ളതാണ്. അതായത് നമുക്ക് മാത്രമേ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ പുറത്ത് ആരെങ്കിലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണം അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ല. നമുക്ക് മാത്രമേ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ മനസ്സിനെ ആയാലും ശരീരത്തെ ആണെങ്കിലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ചൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ തന്നെ നമ്മളെ ചൂസ് ചെയ്യുക. അതായത് നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുക. നമ്മൾ തന്നെ നമ്മുടെ ഏറ്റവും നല്ലൊരു ഗൈഡായിട്ട് നോക്കി, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടും നമ്മുടെ ഗൈഡൊക്കെ നമ്മൾ തന്നെയാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാവും? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും, പക്ഷെ 24/7 അവർക്ക് നമ്മളെ നോക്കി നടക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പം നമ്മൾ തന്നെ
നമ്മുടെ സെൽഫിനെ പരിപാലിക്കുക അല്ലെങ്കിൽ ചൂസ് യുവർ സെൽഫ് എന്നുള്ളത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് അൺപ്ലഗ് ഫ്രം സോഷ്യൽ മീഡിയ ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് ടെക്നോളജി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ സമയവും നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മളെ എങ്ങനെയൊക്കെ ഹാം ചെയ്യുമെന്ന് അറിയോ? നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെയും കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും റിയൽ ആണ് എന്നുള്ളത് നമ്മുടെ മൈൻഡ് ഏറ്റെടുക്കും. മനസ്സിലായോ? അപ്പോൾ എന്തു പറ്റും? സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ എന്തൊക്കെ ഇട്ടാലും അതെല്ലാം റിയൽ ആണെന്ന് അങ്ങോട്ട് വിചാരിക്കും. അപ്പോഴോ നമ്മുടെ മൈൻഡ് കമ്പാരിസൺ അങ്ങ് തുടങ്ങും. അവൾക്കുള്ളത് എനിക്കില്ല, അവൻ എത്തിയിടത്ത് എനിക്ക് എത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയില്ല, എനിക്ക് ഇങ്ങനൊരു ഭാര്യേനെ കിട്ടിയില്ല, എനിക്ക് ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയില്ല, എൻ്റെ ലൈഫ് സിറ്റുവേഷൻ ഇങ്ങനെയല്ല, ഞാൻ എന്ത് ചെയ്യും? ഇതുപോലെ ലോട്ട് ഓഫ് കമ്പാരിസൺ നമ്മുടെ മൈൻഡ് അങ്ങ് കൊണ്ടുവന്ന് തരും. അപ്പം നമ്മുടെ പീസ് ഓഫ് മൈൻഡ് അവിടെ ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ല. അപ്പം നമ്മുടെ പീസ് ഓഫ് മൈൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അടുത്ത വഴി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ലിമിറ്റ് വയ്ക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ എടുക്കാതിരിക്കുക എന്നുള്ളത്, എന്തെടുക്കണം എന്തെടുക്കണ്ട എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുക. അഞ്ചാമതായിട്ട് ക്ലീൻ അപ്പ് യുവർ സെൽഫ് ടോക്ക് എന്നുള്ളത്. നമ്മൾ നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഒരു നല്ല കാഴ്ചപ്പാട്, ഒരു നല്ല ബിലീവ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത്. പലപ്പോഴും നമുക്ക് നമ്മളെ ഒരു വാല്യൂ ഉണ്ടാവില്ല, അല്ലേ? നമുക്ക് നമ്മൾ തന്നെ ഒരു പ്രയോറിറ്റിയും കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കാറ്? ഒരു ചെറിയ മിസ്റ്റേക്ക് കാണിച്ചാൽ നമ്മൾ നമ്മളെ തന്നെ പോട്ടെടാ സാരല്ല എന്ന് പറയാറുണ്ടോ? നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകാൻ സാധിക്കുന്നുണ്ടോ? ഒരു മിസ്റ്റേക്ക് കാണിക്കുമ്പം ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കൂടെ നിന്ന് നമുക്ക് നമ്മളെ തന്നെ സഹായിക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പം ഇതെല്ലാം നമ്മുടെ ഈ ഒരു സെൽഫ് ടോക്ക് എങ്ങനെയാണ് എന്നുള്ളത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സെൽഫ് ടോക്കിന് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ജീവിതത്തിൽ ഓരോരോ ആക്ഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പീസ് ഓഫ് മൈൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക.